2025 ഇതുവരെ ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് പടം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ഗുഡ് ബാഡ് അഗ്ലി ആണ്. സത്യത്തിൽ സിനിമ റിലീസ് ചെയ്തിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞു. 10-ാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്തത്. പടം സാധാരണ അജിത്തിന്റെ പടമൊക്കെ റിലീസ് ചെയ്യുന്ന അന്നത്തെ ദിവസം തന്നെ കാണാറുണ്ട്. ഏകൻ സിനിമ തൊട്ട് ഞാൻ എല്ലാ പടങ്ങളും തിയേറ്ററിൽ കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അജിത്തിന്റെ ഒരു പടം ഞാൻ മിസ്സാക്കാറില്ല. പക്ഷേ ഈ 10-ാം തീയതി ഇറങ്ങിയിട്ടുള്ള ഗുഡ് ബാഡ് അഗ്ലി പടം കാണാൻ കുറച്ച് വൈകിട്ട് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ സിറ്റീസിൽ പടം ഉണ്ടായിരുന്നില്ല. പിന്നെ ഐനോക്സിലായിരുന്നു പടം ഉണ്ടായിരുന്നു. പിന്നെ ഊരകം ശിവദത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ശിവദത്തിൽ പോയിട്ടാണ് ഞാൻ പടം കണ്ടത്. എന്റെ പൊന്നോ, ഇജ്ജാതി പടം എന്ന് പറഞ്ഞാലില്ല, ഗംഭീര പടം. ഞാൻ ഇത്ര കാലം കണ്ടുള്ള ഫാൻ ബോയ് സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ രജനീകാന്തിന് വേണ്ടിയിട്ട് കാർത്തിക് സുബ്രാജ് ചെയ്ത പേട്ട, കമൽഹാസിന് വേണ്ടിയിട്ട് ലോകേഷ് കനകരാജ് ചെയ്ത വിക്രം, വിജയ്ക്ക് വേണ്ടിയിട്ട് അറ്റ്ലി ചെയ്ത മെർസൽ. പക്ഷെ ആദിക് രവിചന്ദ്രൻ ചെയ്ത ഈ ഫാൻ ബോയ് പടം ഉണ്ടല്ല, ഇതാണ് ഫാൻ ബോയ് പടം. പടത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഇജ്ജാതി സെലിബ്രേഷൻ മൂഡിലുള്ള ഒരു പടം. നിങ്ങൾ എത്ര പേര് പടം കണ്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ കണ്ടവർക്ക് മനസ്സിലാവും. അതായത് തുടക്കത്തിലെ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്ന നിമിഷം തൊട്ട് സിനിമ എൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ബിഹൈൻഡ് ദ സീൻസ് കാണിക്കുന്ന വരെയുള്ള സീനുകളും, ബിഹൈൻഡ് ദ സീൻസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അജിത്തിന്റെ ഒരു വോയിസോട് കൂടിയിട്ടാണ് സ്ക്രീൻ ഓഫ് ആവുക. ആ ലെവലിലാണ് ആ പടം കൊണ്ടുവച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു എനർജിയുള്ള ഒരു പടം എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. അതായത് അജിത്തിന്റെ സിനിമയെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ വേതാളം പടത്തിന് ശേഷം ഇത്രയും ലെവലിൽ അഴിഞ്ഞാടുന്ന ഒരു അജിത്ത്, എന്റെ പൊന്നോ, ഒരു വേറെ മൂഡ് എന്ന് പറഞ്ഞാൽ വേറെ മൂഡ് സെലിബ്രേഷൻ പടം. ഈ പടം നിങ്ങൾ ഒരിക്കലും തിയേറ്ററിൽ മിസ്സാക്കാതിരിക്കുക. ഇത് വലിയൊരു ബിഗ് സ്ക്രീനില് ലോക്കൽ ഓഡിയൻസിന്റെ കൂടെ, ഞാൻ പറഞ്ഞത് PVR ഐനോക്സ് അങ്ങനത്തെ മൾട്ടിപ്ലക്സ് അല്ല ഉദ്ദേശിക്കുന്നത്, ലോക്കൽ ഓഡിയൻസിന്റെ കൂടെ വലിയ സ്ക്രീനിൽ നല്ല ക്വാളിറ്റി സൗണ്ടിൽ പക്ക ഡോൾബി അറ്റ്മോസ്ഫിയർ 4K ഈ പടം കണ്ടിട്ടില്ല. അജിത്ത് ഫാൻസിന്റെ കൂടെ ഈ പടം നിങ്ങൾക്ക് കാണാൻ പറ്റി കഴിഞ്ഞാൽ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും ഈ പടം കാണേണ്ടത് എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ മധുരയിൽ അജിത്ത് ഫാൻസ് ഉണ്ട്. അജിത്ത് ഫാൻസ്, വിജയ് ഫാൻസ് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ മധുരയിലാണ്. അവര് ആണ് ഇപ്പൊ എപ്പോഴും അലമ്പുണ്ടാവാറുള്ളത്. അജിത്ത് വിജയ് ഫാൻസ് ഇപ്പോൾ അലമ്പുണ്ടാവണ ഏറ്റവും സ്പിരിറ്റ് കൂടിയ ഫാൻസ് മധുരയിലാണ്. പ്രത്യേകിച്ച് അജിത്തിന് ഈ മധുരയിലുള്ള ഫാൻസിന്റെ കൂടെ പുലർച്ചെ ഫാൻ ഷോ വലിയ തിയേറ്ററിൽ ഈ പടം കാണാൻ പറ്റുകയാണെങ്കിൽ അതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരു വേറെ ലെവലിലാണ് ആ പടം ചെയ്തു വെച്ചിട്ടുള്ളത്. ആദിക് രവിചന്ദ്രൻ ശരിക്കും പണി അറിയുന്ന ഒരാളാണ്. ശരിക്കും മകൾ തിരുമേനിയൊക്കെ കണ്ട് പഠിക്കണം. ഇത്രയും വിലവെടുപ്പുള്ള ഒരു താരത്തിനെ കിട്ടിയിട്ട് ശരിക്കും ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു കുറവ് ശരിക്കും നമുക്ക് വിടാമുറിച്ചിൽ കാണാം. വിടാമുറിച്ചിൽ ഒരു വയ്യ, അല്ലെങ്കിൽ എനിക്ക് വയ്യ എന്നുള്ള മൂടുള്ള അജിത്ത് അല്ല ഇതിൽ തുടക്കം മുതൽ അവസാനം വരെ AK എന്ന് പറയുന്ന ക്യാരക്ടർ നെയിം AK എന്നാണ്. AKയുടെ സംഹാരതാണ് ഉണ്ടാവുന്നത് പടത്തിൽ മൊത്തത്തിൽ. AK ഒരു ഡോണാണ്. അപ്പൊ ഡോണിനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കഥകളാണ്. ആക്ഷൻ കോമഡി ജോണറാണ് പടം. മാർക്കാൻഡിന്റെ പടം കണ്ടുള്ളവർക്ക് അറിയാം ആദിക് രവിചന്ദ്രൻ നല്ല കഴിവുള്ള ഒരു ഡയറക്ടറാണ്. പക്ഷെ ആദിക് രവിചന്ദ്രൻ തന്റെ ഫുൾ കഴിവ് തന്റെ ഒരു താരത്തിന് വേണ്ടി, തന്റെ ഒരു എന്താ പറയുക സൂപ്പർ സ്റ്റാറിന് വേണ്ടി ഇങ്ങനെ കാണിക്കുമ്പോൾ അതൊരു വേറെ ലെവല് പടം തന്നെയായിട്ടുണ്ട്. മൊത്തത്തിൽ പടം ഗംഭീരമാണ്. 2.25 മണിക്കൂർ പടം ഉണ്ട്. 2.25 മണിക്കൂർ പടം പോണത് നമ്മൾ ഒരിക്കലും അറിയില്ല. പെർഫോമൻസ് വൈസ് അജിത്ത് സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു സിംഹം വന്ന് നിൽക്കുന്ന പോലെയാണ്. പിന്നെ ബാക്കി തൃഷ നന്നായി ചെയ്തിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള പ്രിയ പ്രകാശ് വാര്യരുണ്ട്. ചെറിയ റോളാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അജിത്തിന്റെ മകനായിട്ട് നമ്മുടെ സലാറിലെ പൃഥ്വിരാജിന്റെ യങ് വേർഷൻ ആയിട്ടുള്ള പയ്യൻ, എമ്പുരാനിലൊക്കെയുള്ള പയ്യൻ, അവൻ നന്നായി ചെയ്തിട്ടുണ്ട്. പ്രഭു, എല്ലാവരും ഉണ്ട്. എല്ലാവരും പടത്തിൽ അവരുടെ റോളൊക്കെ ഗംഭീരമാക്കിയിട്ടും അവർക്കൊന്നല്ല ഈ പടത്തിൽ പ്രസക്തി. പടത്തില് ഫുള്ള് അജിത്ത് തന്നെയാണ്. അജിത്തിന്റെ ഒരു ഫുൾ വൺ മാൻ ഷോ. ശരിക്കും ഒരു വൈൽഡ് ഫയർ എന്നൊക്കെ പറയില്ല, അല്ലു അർജുൻ. ആ ലെവലില് പടം ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാവർക്കും കിട്ടുക. പടം കാണാനായിട്ട് ഞാൻ പോയത് ഊരകം ശിവദത്തിലാണ്. അവിടെ ഇന്നലെ 3 മണിയുടെ ഷോ ഒക്കെ ഫുള്ളായിരുന്നു. ഫാമിലീസാണ് കണ്ടമാനം വരണത്. ഫാമിലീസ് പടം കണ്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. തൃശ്ശൂർ രാഗത്തിൽ ഈ പടം ഒരു ഷോ വരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തു. പക്ഷെ വന്നിരുന്നെങ്കിൽ ഒരു ഗംഭീരമായാണ്. കാരണം രാഗം പോലത്തെ വലിയ കിങ് സൈസ് തിയേറ്ററിലൊക്കെ പടം വരും. ഈ പടം കാണാന്ന് പറഞ്ഞാൽ ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാണ്. എന്തായാലും ആദിക് രവിചന്ദ്രൻ നല്ല രീതിയിലുള്ള ഒരു ഭാവി ശരിക്കും കാണുന്നുണ്ട്. AK-63 പോലത്തെ ഒരു വലിയൊരു പടം ഇത്രയും ഹിറ്റാക്കിയാല് പുള്ളിക്കാണ് എല്ലാ ക്രെഡിറ്റും. അജിത്ത് എന്ന് പറയുന്ന ഒരു വജ്രായുധം വന്ന് നിൽക്കും. ആ വജ്രായുധത്തിന് യൂസ് ചെയ്തെന്നാണ് കാണിച്ചു തരുന്നത്. അതില് ഈ പറയുന്ന നമ്മുടെ മകൾ തിരുമേനി ഫെയിലിയറായി. അതേപോലെ തന്നെ നമ്മുടെ വിഘ്നേഷ് ശിവൻ ചെയ്യാൻ വേണ്ടി നടന്നില്ല. അപ്പൊ പണി അറിയാവുന്നതിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ വജ്രായുധം ശരിക്കും അതിന്റെ പവർ കാണിക്കുന്നുള്ളത് തന്നെയാണ് ശരിക്കും ഈ പടം എന്നുള്ളത്. ഈ പടത്തിന്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ BGM ആണ്. പടം തുടങ്ങി പടം അവസാനം വരെ ഫുൾ ടൈം പടത്തിൽ BGM ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്യുന്നു തോന്നും. പക്ഷെ ഒരിക്കലും അല്ലാട്ടാ, ഗൂസ് പംസ് വരും. ആ ലെവലിലാണ്. ഏറ്റവും പ്രധാന ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കണ്ട എന്റെ മോനെ, വേറെ ലെവല് ടൈറ്റിൽ കാർഡ്, ഗംഭീര ടൈറ്റിൽ കാർഡ്, ഒരു അന്യായ ടൈറ്റിൽ കാർഡ് എന്ന് പറയില്ല. ആ ലെവലിലാണ്. ഒരു കാറ് വന്നിട്ട് കാറിനുള്ളിൽ നിന്നൊക്കെ ഉള്ള ഒരു കുറെ വിഷ്വൽസ് ഉണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ടന്റ് അറിയും. പിന്നെ ഒരുപാട് സിനിമകളുടെ റെഫറൻസുകൾ പടത്തിലുണ്ട്. പഴയ അജിത്തിന്റെ പടം തൊട്ട് ആരംഭത്തിലെ സീനുകൾ, അതേപോലെ തന്നെ ഇന്റർവെല്ലിൽ വരുന്ന വിജയനെ റെഫറൻസ് ചെയ്യുന്ന സീനുകൾ, അങ്ങനെ ഒരു ഈഗോ ഇല്ലാണ്ട് എന്താ പറയാ ശരിക്കും അജിത്തിന്റെ പെർഫോമൻസ് അടിപൊളി.
അതേപോലെ ഈ പടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇന്റർനാഷണൽ സ്റ്റാർസ് ആയിട്ടുള്ള നമ്മളൊക്കെ ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ നമ്മുടെ റീസെന്റ് ആയി നടന്ന ഇമ്പുരാനിലൊക്കെ ആഗ്രഹിച്ച ഏറ്റവും വലിയൊരു എൻട്രി ഉണ്ട് ഡോൺലി ജോൺ വിക്ക്. ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഒരു ഫ്ലാഷ് ബാക്കിൽ ആനിമേഷൻ ലെവലിൽ സിനിമയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോണ്ടല്ലോ, അതൊക്കെ പ്രസന്റ് ചെയ്തിട്ടുള്ള രീതിയുണ്ട്. അതായത് എക്കയുടെ ഒരു കോണ്ടാക്ട്സും എക്കയുടെ ഒരു സെറ്റപ്പും കാണിക്കുന്നതാണ്, ഒരു ഹോൾഡും കാണിക്കുന്ന ഒരു സീനാണ്. അത് ഗംഭീര സീനാണ്. ശരിക്കും ഇത് ഇന്ത്യൻ സിനിമയിൽ ആ ഒരു സീനൊന്നും ഒറിജിനലായിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല മീൻസ് ഭയങ്കര ടഫാണ്. ഇപ്പൊ ഇതുപോലെ ഡോൺലി അതേപോലെ ജോൺ വിക്ക് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിനൊക്കെ കൊണ്ടുവന്നിട്ട്, പക്ഷെ അത് അവർ അടിപൊളിയായിട്ടാണ് ആദിക് രവിചന്ദ്രൻ ആ ഒരു സംഭവം എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. ആനിമേഷനാണ്, പക്ഷെ ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഈ 2025 ഏറ്റവും ഇഷ്ടപ്പെട്ട പടമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അത് ഗുഡ് ബാഡ് അഗ്ലി. അത്രയും പവർഫുൾ ആയിട്ടാണ് അജിത്ത് ചെയ്തിട്ടുള്ളത്. അതിൽ ആദിക് രവിചന്ദ്രന് വലിയൊരു ഹാറ്റ്സ് ഓഫ് നമ്മൾ കൊടുക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വേണം സിനിമ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വേണം, സെലിബ്രേഷൻ ചെയ്യുന്ന ലെവലിൽ വേണം ഇങ്ങനത്തെ സിനിമകൾ വരാൻ. ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോഴാണ് ഒരു ഓളും ബഹളും. ഈ സിനിമയൊക്കെ പുലർച്ചെ 4 മണിക്ക് അല്ലെങ്കിൽ 2 മണിക്ക് ഫാൻ ഷോ വെച്ച് പടം കണ്ടാലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നുണ്ടല്ലോ, ആ സ്പിരിറ്റിൽ ഇറങ്ങുക. ജനറൽ ഓഡിയൻസ് ഇട്ടാ ഞാൻ പറഞ്ഞ വിജയ് ഫാൻ വരെ ഈ പടം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡാവ് ഇങ്ങനത്തെ ഒരു പടം കിട്ടിയിരുന്നെങ്കിൽ ആലോചിച്ച് പോകും. ആ ലെവലിലുള്ള പടം. എന്തായാലും ഈ പടം നിങ്ങൾ ഭൂരിഭാഗം പേരും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് എന്തായാലും കണ്ടോ. അത്രയും തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന പടമാണ്. ഒരിക്കലും OTT സാധനം കാണല്ലേ. അതുകൊണ്ട് 100% 100% പൈസ വസൂലാണ് പടം. ധൈര്യമായിട്ട് കണ്ടോ.